The Prophet Muhammad Mustafa sallallahu alaihi wasallam. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അറബിയയിൽ അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ള എന്ന ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം മക്ക നഗരത്തിലെ പ്രധാനിയായ ഒരാളായിരുന്നു. അദ്ദേഹം വഹാബ് ഇബ്നു അബ്ദു മനാസിൻ്റെ മകളായ ആമിന റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷം ആമിന റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അധികം നാൾ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം കച്ചവടക്കാരോടൊപ്പം നീണ്ട യാത്രയ്ക്ക് പുറപ്പെട്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ യാത്രക്കിടയിൽ അദ്ദേഹം വഫാത്തായി. ആ സമയത്ത് ആമിന റളിയല്ലാഹു അൻഹു ഗർഭിണിയായിരുന്നു. ഒരു ദിവസം അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ഒരു ശബ്ദം കേട്ടു. നീ ഗർഭം ചുമക്കുന്ന കുഞ്ഞ് അവൻ്റെ ജനതയെ നയിക്കുന്നതാണ്. അവനെ മുഹമ്മദ് എന്ന പേര് വിളിക്കുക. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായി. മാസങ്ങൾക്ക് ശേഷം ആമിന റളിയല്ലാഹു അൻഹു ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി. കുഞ്ഞു പിറക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് വലിയ പ്രകാശം വന്ന് അവരുടെ ചുറ്റും നിന്നു. മാത്രമല്ല, പ്രവാചകന്റെ ജനന സമയത്ത് ആ നഗരത്തിലുള്ള ജനങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹം തകർന്നു വീണു. ആളുകൾ ആ പൊട്ടിയ വിഗ്രഹത്തെ ചേർത്ത് വെച്ച് പുനഃസ്ഥാപിച്ചു. എന്നാൽ അത് വീണ്ടും തകർന്നു വീണു. അടുത്തുള്ള ജലാസ് ദൈവാലയത്തിൽ ആയിരക്കണക്കായി വർഷങ്ങൾക്ക് മുമ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന തീ ആദ്യമായി അണഞ്ഞു. അടുത്തുള്ള കൊട്ടാരത്തിലെ 14 ഗോപുരങ്ങൾ തകർന്നു വീണു തരിപ്പടമായി. തൊട്ടടുത്ത പുഴകൾ വളരെ വേഗം വറ്റിവരണ്ടു. എന്നാൽ വർഷങ്ങളായി ഉണങ്ങിക്കിടന്നിരുന്ന നദി നിറഞ്ഞു ഒഴുകി. പ്രവാചകൻ തൻ്റെ മാതാവിൻ്റെ കൂടെ കുറച്ച് വർഷം മാത്രമാണ് ജീവിച്ചിരുന്നത്. ആ കാലത്ത് അവിടെയുള്ള ചെറിയ ബാലന്മാർ കുറച്ച് കാലത്തേക്ക് അയക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് മരുഭൂമിയിലെ അന്തരീക്ഷം ആരോഗ്യമുണ്ടാവാനും നല്ലതിനുമായിരുന്നു എന്നാണ്. അങ്ങനെ അയക്കപ്പെടുന്ന കുട്ടികളെ ഏതെങ്കിലും സ്ത്രീ ഏറ്റെടുത്തു വളർത്തുമായിരുന്നു. പക്ഷേ അനാഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവസാനം ഹലീമ എന്നൊരു സ്ത്രീ പ്രവാചകനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഹലീമയും അവരുടെ ഭർത്താവും വളരെ അകലെയുള്ള മരുഭൂമിയിലാണ് അവർ ജീവിച്ചിരുന്നത്. അവർ വളരെ ദരിദ്രരായിരുന്നു. പ്രവാചകന്റെ അതേ പ്രായത്തിലുള്ള ഒരു മകനും അവർക്കുണ്ടായിരുന്നു. അവരുടെ ഒട്ടകങ്ങൾക്ക് വളരെ കുറവായിരുന്നു പാല്. അവരുടെ ആട്ടിൻകുട്ടികൾ മെലിഞ്ഞൊട്ടിയതുമായിരുന്നു. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയ ശേഷം വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ധാരാളം ലഭിച്ചു. പാല് കുറവായിരുന്ന ഒട്ടകം ധാരാളം പാൽ നൽകി. അവരുടെ ആട്ടിൻപറ്റകൾ തടിച്ചു കൊഴിച്ചു. ഈന്തപ്പന തോട്ടത്തിൽ ധാരാളം ഈന്തപ്പഴങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഹലീമ ബീവിയും ഭർത്താവും ആടുകളെ പരിപാലിക്കുന്നതിനായി അവരുടെ മകനും പ്രവാചകൻ മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം നേരെ പ്രവാചകന്റെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ അസാധാരണമായ ഉള്ളതിനാൽ മറ്റു കുട്ടികൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അവർ കളി നിർത്തി അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ അപരിചിതൻ പ്രവാചകന്റെ നേരെ കൈയുയർത്തി. പെട്ടെന്ന് പ്രവാചകൻ ബോധം കെട്ടി വീണു. ഇതുകണ്ട് കുട്ടികൾ പേടിച്ചു. ചിലർ അവിടെ നിന്ന് ഓടിപ്പോയി. മറ്റു ചിലർ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ വേണ്ടി അവിടെ നിന്നു. എന്നാൽ അദ്ദേഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചുകീറി. പ്രവാചകൻ അബോധാവസ്ഥയിലായതുകൊണ്ട് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടിരുന്നില്ല. മറ്റു കുട്ടികൾ ഭയപ്പെട്ടു. മുഹമ്മദിനെ ആരോ കൊല്ലുന്നു എന്ന് വിളിച്ചുകൊണ്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോയി. ആ അപരിചിതൻ പ്രവാചകന്റെ നെഞ്ചു തുറന്ന് അദ്ദേഹത്തിന്റെ ഹൃദയമെടുത്തു. എന്നിട്ട് ഹൃദയത്തോടു കൂടി ചേർന്നിരിക്കുന്ന ഒരു കറുത്ത ഭാഗം അങ്ങോട്ടിറങ്ങി.
ആ കറുത്ത ഭാഗം ആളുകളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഭാഗമാണ്. അപരിചിതൻ സ്വർണ്ണപാത്രത്തിൽ നിന്ന് സംസം വെള്ളം എടുത്ത് ഹൃദയം കഴുകി, എന്നിട്ട് പഴയതുപോലെ യഥാർത്ഥ സ്ഥാനത്തിൽ വെച്ചു. അദ്ദേഹത്തിന്റെ ദിവ്യശക്തി പ്രവാചകന്റെ മാനിടം പഴയതുപോലെയാക്കി. അത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. നബിക്ക് ബോധം വന്നപ്പോൾ ആ മലക്ക് അപ്രത്യക്ഷമായിരുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ പാർട്ടായി കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.